2026 SSLC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സീരീസിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ വിച്ച് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസസ് ഗിവൺ ബിലോ 37 ഈസ് എ ടേം? ചുവടെ തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസുകളിൽ 37 എന്ന് പറയുന്ന സംഖ്യ മെമ്പറായിട്ട് വരുന്ന അരിത്തമെറ്റിക് സീക്വൻസ് ഏതാണ് എന്ന് കണ്ടുപിടിക്കുക. ഇതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് 4, 9, 14 ശ്രദ്ധിക്കണേ, ഇത് 1 മാർക്കിൻ്റെ ചോദ്യമാണ്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ആദ്യം നമ്മൾ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള ഡി കണ്ടുപിടിക്കാം. ഈ ഒരു ഫസ്റ്റ് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണ്. 5 വീതം കൂട്ടിയാണ് പോകുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ലോങ് വീഡിയോസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു സംഖ്യ എന്ന് പറയുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ മെമ്പറാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതിയാവും? ആ സംഖ്യയിൽ നിന്ന് കോമൺ ഡിഫറൻസ് ആ സംഖ്യയിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുക. ഫസ്റ്റ് ടേം ആയിട്ടുള്ള 4 മൈനസ് ചെയ്യുക. നമുക്ക് 33 ലഭിക്കും. ഈ 33നെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 5 വെച്ച് ഹരിച്ചു നോക്കുക. ഹരിച്ചു നോക്കുമ്പോൾ പ്രോപ്പറായിട്ടുള്ള പോയിൻ്റ് ഇടാത്ത ഹോൾ നമ്പർ കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ്? അത് സീക്വൻസ് ആണ്. ഇവിടെ നോക്കുക. ഇവിടെ നമ്മൾ 37 നിന്ന് ആദ്യത്തെ ടേമായിട്ടുള്ള 4നെ കുറച്ചപ്പോൾ നമുക്ക് കിട്ടിയത് 33 പക്ഷേ 33നെ 5 വെച്ച് നമുക്ക് ഹരിക്കാനായിട്ട് പറ്റില്ല. അതായത് പോയിൻ്റ് ഇട്ട് വരും. സോ ഇത് ഫസ്റ്റ് സീക്വൻസിൽ എന്തല്ല, 37 എന്ന് പറയുന്നത് അംഗമല്ല എന്ന് നമുക്ക് മനസ്സിലാവും. രണ്ടാമത്തെ സീക്വൻസ് എടുത്ത് നോക്കാം. 7, 12, 17 രണ്ടാമത്തെ സീക്വൻസിലെ ഡി എന്ന് പറയുന്നത് എത്രയാണ്? അത് 5 തന്നെയാണ്. ഓക്കെ, എഗെയിൻ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ 37 നിന്ന് ആരെ സബ്ട്രാക്ട് ചെയ്ത് കളയാം? 37 നിന്ന് ആരെ സബ്ട്രാക്ട് ചെയ്യണം? 7നെ സബ്ട്രാക്ട് ചെയ്യുക. ഫസ്റ്റ് ടേമായിട്ടുള്ള 7നെ സബ്ട്രാക്ട് ചെയ്യാൻ നമുക്ക് 30 വരും. ഓക്കെ, 30ന് നമുക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് 6 എന്നുള്ള ഒരു വാല്യൂ കിട്ടുന്നുണ്ട്. അതായത് 37 എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ എത്രാമത്തെ ടേമാണ്? 6 + 1 7ാമത്തെ ടേമാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ബി ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ.